കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. വാശിയേറിയ പ്രചാരണം നടക്കുന്നു. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിന് നമ്മുടെ മുന്നിലുള്ളത്. കേരളം ഇനി ആര് ഭരിക്കും? തൃശ്ശൂർ ആര് നേടും? അത്തരം ചോദ്യങ്ങളുമായി ഇന്ത്യൻ വാർത്ത ജനങ്ങൾക്കിടയിലേക്ക്. ഇപ്പോഴത്തെ പ്രവചിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ കുറച്ചുകൂടി ഒരാഴ്ച ഇപ്പറാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി സ്പഷ്ടമായിട്ടുള്ള ആൻസർ പറയും. എല്ലാ പാർട്ടിയും ഭരണത്തിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു സമയമാണത്. അതായത് അവർ പല വാഗ്ദാനങ്ങളും പല വികസനങ്ങളും എല്ലാ പാർട്ടിയും, അതായത് നമ്മുടെ BJPയും കോൺഗ്രസും മാർക്സിസ്റ്റും മത്സരിക്കുന്ന ഒരു കാലഘട്ടം അത്. അപ്പോൾ ജനങ്ങൾ ഇപ്പോൾ എല്ലാ പാർട്ടിയോടും ഓരോ മനോഭാവത്തോടു കൂടി പോകണത്. അപ്പോൾ നമുക്ക് ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അത് ജനങ്ങൾക്ക് അറിയുള്ളൂ. ജനങ്ങളിപ്പോൾ എല്ലാ പാർട്ടിയോടും ഭിന്നതയില്ല. കേരളത്തിൽ ഒരു പാർട്ടിയോടും ഭിന്നത കാണിക്കില്ല ജനങ്ങൾ എന്നാണ് എൻ്റെ അഭിപ്രായം. കേരളം ആര് ഭരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. പലരും നിഷ്പ്രയാസം ജയിച്ചു പോയി. കേരളം UDF. എനിക്ക് രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ല. ഒന്ന്, രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാത്തതിന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഫേവറായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്നില്ല. അവരുടേതായ രാഷ്ട്രീയ പാർട്ടി ഏത് പാർട്ടിയാണ്, ഞാൻ ഒരു പാർട്ടിക്കും ബദലല്ല, ഒരു പാർട്ടിക്കും ഇതുമല്ല. അപ്പോൾ അവരവരുടെ പാർട്ടിക്ക് എന്താണോ അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് മാത്രം ഫേവറായിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു കണ്ടീഷനാണ് കണ്ടുവരുന്നത്. ഇപ്പം ദാരിദ്ര്യ രേഖ എന്ന് കടന്നു എന്നൊക്കെ പറയുന്നത് അതൊന്നും കടന്നിട്ടില്ല. പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ വന്നിട്ട് തട്ടിപ്പ് വെട്ടിപ്പ്. ഇപ്പോൾ ഓരോ ഇപ്പം ഇന്നലെ തന്നെ യൂട്യൂബിൽ ഏതോ ഒരു പാർട്ടിക്കാരൻ പറയുന്നത് കേട്ടു, ഒരു വിളക്ക് വാടക എടുത്തതിന് 6000 രൂപ. ഇപ്പം പുതിയ ആൾക്കാർ വന്ന് അവർ വാടക എടുത്തപ്പോൾ ഇതേ വിളക്ക് തന്നെ 500 രൂപ. അതെങ്ങനെയാണ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിയണം, രാഷ്ട്രീയം എന്ന് പറയുന്നത് തട്ടിപ്പാണ്. ജനങ്ങൾക്ക് ഫേവറായിട്ടുള്ളതൊന്നും അവിടെ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് രാഷ്ട്രീയത്തോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ പറയുക, TV ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൂട്ടരെ കുറ്റം പറയുന്നത് കേൾക്കാം. അപ്പോൾ കുറ്റം പറയുന്നവർക്ക് അവരാരും മികച്ചതെന്ന് ഓർക്കും. അടുത്ത ചാനൽ വെച്ച് കഴിയുമ്പോൾ അവർ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ അവരത് ജയിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ ഇതില്ല. അങ്ങനത്തെ എനിക്കൊരു ഫേവറായിട്ട് ആരാണെന്ന് പറയാനും പറ്റണില്ല. എനിക്ക് രാഷ്ട്രീയക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ അവരൊരു വോട്ട് സേവിച്ച് അവർ കൊടുക്കുമ്പോൾ അവരെ സേവനം ചെയ്യാനല്ല, അവരെ ഫേവറായിട്ട് അവർക്ക് എന്താണോ വേണ്ടത് ചെയ്യാൻ അവർ മനസ്സ് കാണിക്കണം. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാർ ഒരു അധികാരം കിട്ടിക്കഴിയുമ്പോൾ അവർ മാത്രം ജയിക്കണം, എൻ്റെ ഫാമിലി ജയിക്കണം എന്നുള്ള തിങ്കിങ് അത് ആദ്യം മാറ്റണം. എന്തുകൊണ്ട് അവർ ഇവിടെ വോട്ട് കയറി ഒരു കസേരയിൽ ഇരിക്കുന്നുവെങ്കിൽ അവർക്ക് തട്ടിക്കാനും വെട്ടിക്കാനും അല്ല. അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. തല്ലൂട്ടല്ലേ, ഈ തല്ലൂട്ടം എന്ന് നിൽക്കണു അന്ന് നേരെയുള്ളൂ. ഏത് പാർട്ടിയിലും വന്നാലും തല്ലുകൂട്ടം വന്നാൽ പോയി. തല്ലൂട്ടല്ലാണ്ട് ഭരിക്കുന്ന ഒരൊറ്റ പാർട്ടിയുള്ളൂ, അത് പിണറായി വിജയനാണ്, LDF തന്നെയാണ്. അതിൽ മാറ്റില്ല. മനസ്സിലായ? അത് നമുക്ക് കുറ്റം പറയാൻ, കാരണം നമ്മൾ UDFും BJPയും ഒക്കെ കണ്ട് മടുത്തു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭരണം നമുക്ക് ദോഷം പറയാൻ പറ്റില്ല. തല്ലൂട്ടല്ല, അവർ ഭരിച്ചോട്ടെ. പലതും പോയിണ്ടാവും, അതൊന്നും ഒരു കാര്യമില്ല. അത് ആൾ ഉത്തരവാദിയൊന്നുമല്ല, മുഖ്യമന്ത്രി ഉത്തരവാദി സാധനം പോയിട്ടുണ്ട്. അന്ന് ഇവിടെ ജനങ്ങൾ നന്നാവണം, ജനങ്ങളുടെ കാര്യങ്ങൾ. ഓക്കെ, LDF മൂന്നാം പ്രാവശ്യം വരും ഇവിടെ, കേരളത്തിൽ വരും. പിണറായിയുടെ സർക്കാർ തന്നെ വീണ്ടും വരും ഇവിടെ. അവർ വന്നാലാണ് നമ്മുടെ വയസ്സായ ആൾക്കാർക്കൊക്കെ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കാനും നിലവിലെ എല്ലാ സാഹചര്യങ്ങളും കൊടുക്കാനും 35 വയസ്സ് മുതൽ 55 വയസ്സുള്ള വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കാനും LDF തന്നെ വീണ്ടും കേരളത്തിൽ വരണം. അവർക്കാണ് ഇത് പറ്റുള്ളൂ കഴിയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും ഇത് കഴിയില്ല. തൃശ്ശൂർ LDFന്റെ അവിടേക്കാണ് ഒരു ചായ്വ് കാണുന്നത് ഇപ്പോൾ. ഇനി അത് എന്താണെന്നുള്ളത് നമുക്കത് നോക്കിയാൽ പറയാം. ഇപ്പോൾ കണ്ടിട്ടുള്ള അതാണ്. ജില്ലയിലെ ഇത് ഇലക്ഷൻ്റെ ഇതൊന്നും കാര്യമൊന്നുമില്ല. തൃശ്ശൂർ കാര്യമൊന്നുമില്ല, അതൊന്നും പറയാൻ പറ്റില്ല. ആര് ജയിക്കുക ആര് തോൽക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ജയിക്കുന്ന പാർട്ടി നമ്മുടെ പാർട്ടിയാണ്. BJP ശരിയായ ഒരു സ്ഥാനം വരും BJPക്ക് കേരളത്തിൽ. തൃശ്ശൂര് പത്മജ കൊണ്ടുപോകും. നാട്ടികയ്ക്കും ചാൻസ് ഉണ്ട്. വോട്ടിങ് നാട്ടിക മണ്ഡലത്തിൽ നാട്ടികയിലും BJP കൊണ്ടുവരിക. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി CC മുകുന്ദൻ സിറ്റിംഗ് MLA ആണ്, ആളാണ് ഇപ്പോൾ BJPയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉറപ്പായിട്ടും BJP തന്നെ വരാൻ ചാൻസ്. BJPക്ക് എന്തായാലും സീറ്റ് കൂടുതലുണ്ടാവും ഇത്തവണ, ഉറപ്പാണ്. മൊത്തത്തിൽ കേരളത്തിൽ ടോട്ടൽ ഉണ്ടാവും. ഇപ്പോൾ 2 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത് ഹാട്രിക്ക് കിട്ടാൻ പറയാൻ പറ്റത്തൊന്നുമില്ല. ചിലപ്പോൾ ആര് വന്നാലും നമ്മുടെ കാര്യം BJP ആണെങ്കിൽ നിശ്ചയിക്കുക. എനിക്ക് തോന്നുന്നത്.
അല്ല ഇനി ആര് ഭരിക്കണം എന്നുള്ളത് BJP ആണെങ്കിൽ നിശ്ചയിക്കുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ ആൾക്കാരുടെ അല്ല യൂത്തുകളുടെ മെൻറ്റാലിറ്റി മാറി. BJP ആദ്യം ഒരു അയിത്തം പിടിച്ച ഒരു രാഷ്ട്രീയം അങ്ങനെയായിരുന്നു നിന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. മോദി ശരിയായിട്ടും നന്നായി പ്രവർത്തിക്കണമെന്ന് മനസ്സിലായി. ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ യുദ്ധമൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എല്ലാ രാജ്യത്തും പെട്രോളിൻ്റെ വില കൂടി. നമ്മുടെ കാലത്ത് മാത്രം ഇവിടെ പെട്രോൾ വില കൂടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ട്രെൻഡാണ്. BJPക്ക് ഒരു സ്ഥാനം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. അതനുസരിച്ച് UDF സാധ്യത ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു അഴിമതി ഭരണമാണ് 10 കൊല്ലം കാഴ്ചവെച്ചിട്ടുള്ളത്. BJPക്ക് സീറ്റ് പിടിക്കാൻ വിരോധമില്ല, കുറയാതെ ഒരു 10 സീറ്റെങ്കിലും കിട്ടാനും വിരോധമില്ല എന്ന് എനിക്ക് അഭിപ്രായമുള്ളത്. തൃശ്ശൂർ UDF സാധ്യത. മൊത്തം കേരളത്തിൽ ഒരു ഭരണം നിലനിർത്താവുന്ന ഒരു വോട്ട് കിട്ടാൻ വിരോധമില്ല, അത്രയും സീറ്റുകൾ കിട്ടാനും വിരോധമില്ല. ഒരു 100 ഇല്ലെങ്കിൽ ഒരു 90 സീറ്റെങ്കിലും പിടിക്കാമെന്നാണ് കണക്കാക്കുന്നത്. നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലേബർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരുടെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ മാത്രമേ ഇതിൽ വിഷയമുള്ളൂ. ഇവിടെ ഇവർ പറയുന്ന ഇതൊന്നല്ല ഇതിൻ്റെ കഥ. അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബില്ലുണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു, തുണി ബില്ലുകൾ. ഇത് മുഴുവൻ അടച്ചു പൂട്ടിയതിന് ഇവർക്കൊക്കെ പങ്കുണ്ട്. അല്പം കോൺഗ്രസിനും ഉണ്ട്, അല്പമല്ല നല്ലൊരു പങ്ക് ഇരുകൂട്ടർക്കും ഉണ്ട്. അതുപോലെ 650 ടൈൽ ഫാക്ടറി ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ, 650ഓളം. ഇന്നിപ്പോൾ പ്രവർത്തിക്കുന്നത് തികച്ച് 100 ഉണ്ടാവില്ല. തൃശ്ശൂർ ജില്ല പറയണേ. ഈ തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ ഈ അമ്പലം അല്ല നമ്മുടെ ഈ FACT ഇരിക്കുന്ന ആ ഒരു കളമശ്ശേരിയേക്കാളും വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അവിടെ വലിയ വ്യവസായ എസ്റ്റേറ്റാണ്, എങ്കിലും അതിൻ്റെ താഴെ കണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പാക്കിംഗ് കേസ് വ്യാപാരം. പലതിലും സമരവും പ്രശ്നങ്ങളും വന്ന് ഇതിനെ ഇല്ലാണ്ടാക്കി. സെൻട്രൽ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി കുറി കമ്പനിയെ നശിപ്പിച്ചത്. അവർക്കൊരു നിയമം, ഞങ്ങൾക്ക് വേറെ നിയമം. ജയിക്കുന്നത് LDF സാധ്യത തോന്നുന്നു. കേരളത്തിൽ എങ്ങനെയായിരിക്കും ട്രെൻഡ്? പൊതുവെ തുടരട്ടെ. അല്ല, ഇപ്പോഴത്തെ ഭരണത്തോട് അത്ര ഒരു സ്വരച്ചേർച്ചയില്ല പല കാര്യങ്ങളും കൊണ്ട്. അതുകൊണ്ട് ഒരു ഭരണമാറ്റമാണ് താല്പര്യം. കണ്ണൂർ എങ്ങനെയായിരിക്കും? കണ്ണൂർ മാറാൻ ചാൻസ് ഇല്ല. കാരണം അവിടുത്തെ ഒരു പൊതുവെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണ്.